ഹുനൈൻ ത്വായിഫ് യുദ്ധത്തിൽ നമ്മൾ വിശദീകരിച്ചില്ലേ, മാലിക് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ സ്വത്തുക്കളെയും തിരിച്ചു തരണമെങ്കിൽ നീ ഇസ്ലാം സ്വീകരിക്കണമെന്ന കണ്ടീഷൻ വെച്ചുകൊണ്ട് അയാളെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്ത് ആ ഒരു മുൾമുനയിലെത്തി അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥ. കൃത്യമായിട്ട് നിങ്ങൾ അതിന്റെ ആ ഒരു അവസ്ഥയൊക്കെ പ്രാക്ടിക്കലായിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ പറയുന്ന വ്യക്തിയെ മുൾമുനയിൽ തന്റെ കുടുംബത്തെയും സമ്പാദ്യമൊക്കെ പിടിച്ചു വെച്ചിട്ട് ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ അത് വിട്ടുതരാം എന്ന് പറയുമ്പോൾ എന്താണ് ഇസ്ലാം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാകില്ലേ? അപ്പൊ അതുപോലെ തന്നെ ബാക്കി ഇനി കീഴ്പ്പെടുത്താനുള്ള ശക്തി എന്ന് പറയുന്നത് ഈ റോമ സാമ്രാജ്യമാണ്. അവരെ കൂടെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ജസീറത്തുൽ അറബ് എന്ന് പറയുന്ന അറേബ്യൻ പ്രവിശ്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമായി അങ്ങനെ വൻ വിസ്തൃതിയിൽ തന്നെ അവർക്ക് വൻ ശക്തിയായിട്ട് തുടർന്ന് അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ സുഖലോലുപതയിൽ ജീവിക്കാൻ സാധിക്കുമെന്ന ആ ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു അക്രമത്തിന് വേണ്ടിയും അവർ തുനിഞ്ഞിറങ്ങുന്നത്. അല്ലാതെ റോമക്കാർ ഇങ്ങോട്ട് ആക്രമിക്കുമോ എന്ന ഭയം അല്ലെങ്കിൽ ആ തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ ഇതൊന്നുമല്ല. ഇതൊക്കെ വെറും രാഷ്ട്രീയപരമായിട്ടുള്ള സംഗതികൾ മാത്രമാണ്. ഒരുപാട് അക്രമങ്ങൾ, യുദ്ധങ്ങൾ എന്ന പേരിൽ നടത്തി അതിന് അവര് മുൻപിൽ വെക്കുന്നത് അള്ളാഹു എന്ന് പറയുന്ന ആ ഒരു ദൈവസങ്കല്പവും ഇസ്ലാമിന്റെ ആ ഒരു തിയറിയുമാണ്. അത് വെച്ചുകൊണ്ട് അതിന്റെ ബേസിൽ അതിനു വേണ്ടി എന്ന അർത്ഥത്തിൽ ദഅവത്ത് എന്ന ഓമന പേരിട്ടിട്ട് ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യണത് പോലെ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം പ്രവാചകന്റെ നേതൃത്വത്തിൽ സ്വഹാബികൾ അടങ്ങുന്ന വൻ സൈന്യം ഈ പറയുന്ന ഓരോ സംഭവങ്ങളും കീഴ്പ്പെടുത്തി അങ്ങനെ പോകുന്ന ഒരു അവസ്ഥയാണ്. ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സംഗതി മാത്രമാണ്. ഇതിലൊരു ആത്മീയതയുമില്ല, ഇതിലൊരു ദൈവീകതയുമില്ല. ഇത് വളരെ ക്ലിയർ ആയിട്ട് ഓരോ യുദ്ധങ്ങൾ നമ്മൾ പഠിക്കുമ്പോഴും കൃത്യമായിട്ട് പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ക്ലിയർ ആയിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുപ്പം മുതലേ നമ്മൾ കയറ്റി വെച്ച മദ്രസയിൽ നിന്ന് വാദ പ്രഭാഷണങ്ങളിലൂടെയൊക്കെ നമ്മൾ കയറ്റി വെച്ച ഒരുപാട് സംഗതികളുണ്ട്. ആ സംഗതികൾ ഓരോന്നും അങ്ങനെയല്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ അതിന് പകരം പിന്നെന്ത്? അപ്പൊ അതൊരു ഹൈ റിസ്ക് ആയിട്ട് തോന്നുകയാണ്. അപ്പൊ പിന്നെ അതിലേക്ക് കടക്കാനുള്ള ആ ഒരു മടിയും പേടിയും ചുറ്റുപാടുമുള്ള സമൂഹവും കുടുംബവും ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പുറത്തുള്ളത് കൊണ്ടാണ് ഇത് സത്യമാണെന്ന് അറിഞ്ഞിട്ട് പോലും വെറുതെ തർക്കിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തുന്നത്.